ഈ എമ്പുരാൻ സിനിമയെ ബന്ധപ്പെട്ടുകൊണ്ട് വിവാദം തുടരുകയാണ്. ഇപ്പം അതിന്റെ നിർമ്മാതാക്കൾക്കെതിരെയുള്ള ED പരിശോധന നടക്കുകയാണ്. ഇത് എന്ത് സന്ദേശമാണ്? ഒരു തരത്തിലുള്ള വിമർശനവും പാടില്ല എന്നുള്ളതാണ്. നമ്മൾ പണ്ടൊക്കെ എല്ലാവരും അടിയന്തരാവസ്ഥയാണ് കുറ്റം പറഞ്ഞിരുന്നത്. അതിനെപ്പറ്റി പറഞ്ഞു കേട്ടിട്ടുള്ള ചെറുപ്പക്കാരായ നമ്മളൊക്കെ. പക്ഷേ അതൊന്നുമല്ല അടിയന്തരാവസ്ഥ എന്ന് ബോധ്യപ്പെടുന്ന തരത്തിലുള്ള പോക്കാണ് പോകുന്നത്. ഒരു നല്ല കാര്യമല്ല. കാരണം ഈ വിമർശകരെയും സാഹിത്യകാരന്മാരെയും സൃഷ്ടാക്കളെയും ഒന്നും നമുക്ക് ബലം പ്രയോഗിച്ച് അമർച്ച ചെയ്യാമെന്ന് കരുതുന്ന ഒരു ജനാധിപത്യ സംസ്കാരത്തിന് ചേർന്നല്ല, ഒരു നല്ല കാര്യമല്ല. കാരണം ഇപ്പം അഭിപ്രായം പറയാനുള്ള നമ്മുടെ സ്വാതന്ത്ര്യം. ഇപ്പം എന്നെ വിമർശിക്കാൻ എല്ലാവർക്കും അധികാരമുണ്ട്. അതിന് അവരെ അടിച്ചമർത്താൻ കഴിഞ്ഞ ദിവസം ഞാനിവിടെ വരുമ്പോൾ ഇവിടെ ഇരുന്ന് ഒച്ച ഉണ്ടാക്കിയ ആൾ ഇന്നും ഉണ്ടായിരുന്ന സമരത്തിനിടയിൽ അയാളെ ഞാനിവിടെ നിന്ന് ഓടിച്ചില്ലല്ലോ, എനിക്ക് അധികാരമുണ്ടെന്നും പറഞ്ഞു. അങ്ങേർക്ക് എന്നെ വിമർശിക്കാൻ, എൻ്റെ എന്തെങ്കിലും ഒരു പ്രവൃത്തിയെ വിമർശിക്കാൻ ഒരു തൊഴിലാളിക്ക് അവകാശമുണ്ട്. അത് ഞാൻ കൈകടത്തേണ്ട കാര്യമില്ല. ഇന്നും അദ്ദേഹം ഇവിടെ ബഹളം ഉണ്ടാക്കുന്നതിൻ്റെ മുൻനിരയിലുണ്ടായിരുന്നു. ഞാനാണല്ലോ, എനിക്ക് നല്ല ഓർമ്മയുണ്ട്. അതുകൊണ്ട് അതൊന്നൊരു വിഷയമല്ല. വിമർശനം വേണം, ഡെമോക്രസിയിൽ വിമർശനം വേണം എന്നുള്ള അഭിപ്രായക്കാരാണ് ഞങ്ങളെല്ലാവരും. നമുക്കത് അതിനെ കണ്ട് അസഹിഷ്ണുത പ്രകടിപ്പിച്ചൊരു കാര്യമില്ല, അതിന് ദേഷ്യപ്പെട്ടൊരു കാര്യമില്ല. പാർലമെൻറ്റ് അസംബ്ലിയിലെ രാഹുലിൻ്റെ അടുത്ത് നിൽക്കുന്നു, അദ്ദേഹം പ്രതിപക്ഷത്തെ MLA ആണ്. ഞാൻ പറഞ്ഞത് ചിലപ്പം പരിഹസിച്ചൊക്കെ അവർ നമ്മളെ പ്രസംഗിക്കുക, അത് ആ സമയത്ത് അവരുടെ ജോലിയാണ്. അതിന് മറുപടി പറയേണ്ടത് നമ്മുടെ ജോലിയാണ്. അതെല്ലാവരും അങ്ങ് ചെയ്താൽ മതി. അല്ലാതെ അതിനൊരു അസഹിഷ്ണുത പ്രകടിപ്പിക്കാൻ പാടില്ല. അത് ഡെമോക്രസിയിൽ ഒരു നല്ല കാര്യമല്ല. പിന്നെ മാത്രമല്ല, മനുഷ്യരല്ലേ, നമ്മളെല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും കണ്ടും വീണ്ടും കിടക്കുന്നവരല്ലേ. എന്തിനാണ് ഈ വൈരാഗ്യം രാഷ്ട്രീയത്തിൻ്റെ പേരിലൊക്കെ? അതൊന്നും കാര്യമില്ല. ഞാൻ അതിലൊന്നും വിശ്വസിക്കുന്നില്ല. ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ ഇപ്പം കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയുടെ പെരുമാറ്റം വലിയ വിമർശനം വന്നിട്ടുണ്ട്. ഒരു വിമർശനം വരുമ്പം കടക്ക് എന്ന് പറയുന്നത് വളരെ മോശമായ താങ്കളുടെ സഹപ്രവർത്തനം കൂടിയായിരുന്നു. ഇല്ല, അദ്ദേഹത്തെക്കുറിച്ച് ഞാനൊന്നും പറയില്ല. കാരണം അദ്ദേഹത്തെക്കുറിച്ച് തെരഞ്ഞെടുപ്പിന് മുമ്പ് ഞാൻ പറഞ്ഞു ഇങ്ങനെയൊക്കെ ആയിരിക്കും എന്ന് പറഞ്ഞപ്പോൾ സാരമില്ല എന്ന് വിചാരിച്ചപ്പോൾ ഇനിയിപ്പോൾ എല്ലാവരും അനുഭവിച്ചോളുക എന്നുള്ളതേ ഉള്ളൂ. ഇങ്ങനെ ഞാൻ പറഞ്ഞതിൽ എന്തെങ്കിലും തെറ്റിയോ? ഞാൻ എൻ്റെ തെരഞ്ഞെടുപ്പിന് മുമ്പ് എൻ്റെ പ്രസംഗങ്ങൾ കേട്ട് പലരും കണ്ട് എന്തിനാണ് നിങ്ങൾ അങ്ങനെ പറഞ്ഞതെന്നൊക്കെ ചോദിച്ചിട്ടുണ്ട്. ഇപ്പോൾ എന്താ കുഴപ്പം എന്ന് ചോദിച്ച ഒരാൾ ഇന്നലെ എൻ്റെ അടുത്ത്. അപ്പോൾ ഞാൻ പറഞ്ഞ് അദ്ദേഹത്തിനല്ല കുഴപ്പം, തിരഞ്ഞെടുത്ത തൃശ്ശൂരുകാർക്കാണ് അബദ്ധം പറ്റിയത് എന്ന് പറഞ്ഞു. അതിപ്പോൾ എന്ത് പറയാനാണ് ഞാൻ? അതെ, ഇത് ഞാൻ പറഞ്ഞതല്ലേ, ഇലക്ഷന് മുമ്പ് ഞാൻ പറഞ്ഞപ്പോൾ എനിക്കൊരു പ്രശ്നമല്ല. എനിക്കറിയാവുന്ന ആളിനെ വർഷങ്ങളായിട്ട് അറിയാവുന്ന സ്വഭാവമായിട്ട് ഞാൻ പറഞ്ഞതേ ഉള്ളൂ. ഏതായാലും തൃശ്ശൂരുകാർക്ക് എന്തെങ്കിലുമൊക്കെ ഉപകാരം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു, ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. വർഷങ്ങൾക്ക് മുമ്പ് ഇദ്ദേഹം പരചന്ദ്രൻ്റെ അഭിനയിച്ച ശേഷം ഇദ്ദേഹത്തിൻ്റെ കാറിൻ്റെ പുറയിൽ എപ്പോഴും ഒരു SP-യുടെ തൊപ്പി ഉണ്ടായിരുന്നു. മനസ്സിലായി? കാറിൻ്റെ പുറയിൽ, കാറിൻ്റെ ഗ്ലാസ്സില്ലേ, ഗ്ലാസ്സിൻ്റെ ഇവിടെ പുറത്തേക്ക് നോക്കി. നമ്മൾ സാധാരണ SP-മാരൊക്കെ പണ്ട് പോകുമ്പോൾ അവരുടെ തൊപ്പി ഊരിയിരിക്കണം പുറകെ വെച്ച്. ഇദ്ദേഹത്തിൻ്റെ കാറിൻ്റെ പുറകെ കുറേ കാലം, ഞാൻ തമാശ പറഞ്ഞില്ല, ഓർമ്മയിൽ ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ ശ്രദ്ധിച്ചാൽ മതി, ഒരു SP-യുടെ IPS എന്ന് എഴുതിയൊരു തൊപ്പി കാറിൻ്റെ സീറ്റിൻ്റെ പുറകിൽ നിന്ന് കണ്ണാടി കൂടെ പുറത്തേക്ക് വെച്ചിട്ടുണ്ടായിരുന്നു. അത്രയോ പറയാനുള്ളൂ. ഇറങ്ങിപ്പോയോ കയറി വന്നൊന്നും എനിക്കറിഞ്ഞൂടാ. അങ്ങനെ ഒരു സാധനം ഉണ്ടായിരുന്നു. അത് തിരുവനന്തപുരത്തുള്ളവർക്ക് അറിയാം, കണ്ടിട്ടുള്ളവർക്ക് എല്ലാവർക്കും അറിയാം. ചോദിച്ചാൽ പറഞ്ഞു തരും. നമ്മളിൽ ഇപ്പോൾ വീഡിയോ ഒന്നുമില്ല. അങ്ങനെ സാധനം ഉണ്ടായിരുന്നു. ആരോട് പറയാം? ആക്ഷനൊക്കെ അവരവരെ ഇഷ്ടമാണ്. ഞാൻ സംവിധായകനല്ലല്ലോ, കട്ട് പറയാൻ. ആക്ഷന് റിയാക്ഷനൊക്കെ അവരവരെ ഇഷ്ടമാണ്. നമ്മൾ കട്ട് പറയാൻ സംവിധായകനല്ല.